أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. ശേഷം പറയാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള അല്പഭാഗമാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സന്താനം യഹ്യാ നബി അലൈഹി സ്വലാമിനെയും മറിയം ബീവിയെയും അവരുടെ സന്താനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം സൂറത്ത് മറിയമിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്പം പറയുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, നബിയെ തങ്ങൾ പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കുക, പറയുക, സ്മരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം വളരെ സത്യസന്ധനും ഒരു പ്രവാചകനും ആയിരുന്നു എന്നത് തങ്ങൾ ഓർമ്മിപ്പിക്കണം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബികളുടെ ഒരു കുലപതിയായിരുന്നു, തറവാടിന്റെ കുലപതിയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ വിശ്വാസം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലൂടെയാണ് അറബികൾ വരുന്നത്. പക്ഷെ അറബികളുടെ അപ്പത്തെ അവസ്ഥ അനുസരിച്ച് അവർ ബഹുദൈവാരാധനയിൽ വ്യാപൃതരാണ്, ബിംബാരാധനയിൽ വ്യാപൃതരാണ്. അപ്പൊ ആ ഒരു സൈഡിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവർ പിടിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബാരാധനയും അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മുത്തൻ വല്ലിപ്പയും ചെയ്തിരുന്നത് എന്നാണ് അറബികളുടെ വാദവും പ്രചരണവും. അതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത് അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകനായി. ഇനി അതിന് ശേഷം പറയുന്നത് إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. അതിന് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ആദ്യം പറയും. നേരെ പിതാവാണോ അല്ല എളാപ്പയാണോ എന്നൊക്കെ ചരിത്രത്തിൽ സംശയമുണ്ട്. രണ്ട് രീതിയിലും വ്യാഖ്യാതാക്കൾ ചരിത്രകാരന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അബുൻ എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് തന്നെയാണ് നേരെയുള്ള അർത്ഥം. പക്ഷെ എളാപ്പാനെയും പാപ്പ എന്ന് വിളിക്കൽ അറബി ഭാഷയിലും പതിവുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലും ചിലപ്പോ അങ്ങനെ കൊണ്ടല്ലോ വാപ്പാനെ എളാപ്പാന്ന്, എളാപ്പാനെ വാപ്പാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. വല്യപ്പാനെ വാപ്പാന്ന് വിളിക്കുന്നത് നമ്മളെ നാട്ടില് കൂടുതൽ അതേ നമ്മള് കാണുന്നില്ലേ. വല്യപ്പാനെ നേരെ വാപ്പ വാപ്പാന്ന് വിളിക്കുമല്ലോ. അപ്പൊ എന്നൊക്കെ പറഞ്ഞ എളാപ്പാനെ വാപ്പ എന്ന് വിളിക്കുന്ന ഒരു ശൈലി അറബികളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എളാപ്പയാണ്, നേരെ വാപ്പയല്ല.
ആസർ എന്നാണ് വ്യക്തിയുടെ പേര്. ആസർ ഇബ്രാഹിം നബിയുടെ നേരെ പിതാവാണോ പിതാവിന്റെ സഹോദരനാണോ എന്ന കാര്യത്തിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം. ഏതായിരുന്നാലും അദ്ദേഹം തന്റെ അബിനോട് പറഞ്ഞു, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു. കേൾക്കൂല്ല, കാണൂല്ല, അങ്ങനത്തെ ഒരു സാധനത്തിന് എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്? വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിംബാരാധനയ്ക്ക് എതിരെ പ്രബോധന ദൗത്യം തന്റെ കുടുംബത്തിൽ നിന്ന് പിതാവിനോട് തന്നെ തുടങ്ങി എന്നാണ്. കാരണം അദ്ദേഹം എന്തുണ്ട്, അദ്ദേഹം വന്ന അക്കാലഘട്ടത്തിലെ അവിടുത്തെ ഇതിന്റെ ഒരു നേതാവും കൂടിയാണ്. കേവലം ഒരു പിതാവിനോടുള്ള സമരമല്ല അത്, അല്ലെങ്കിൽ പ്രബോധനമല്ല അത്. അദ്ദേഹം അതിന്റെ ഒരു വലിയ നേതാവാണ് അവിടെ. ഈ വിഷയത്തിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കുക, അത് വിൽക്കുക, അത് കൈകാര്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ചോദിച്ചു, എന്തിനാണ് അല്ലാഹു അല്ലാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന പടച്ച തമ്പുരാനാകുന്ന അല്ലാഹു എന്ന ശക്തിയല്ലാത്ത മറ്റൊരു ശക്തിക്ക് എന്തിനു വേണ്ടി ആരാധിക്കുന്നു? അപ്പൊ ഈ ആരാധിക്കപ്പെടുന്ന വസ്തുവില് എല്ലാ കഴിവുകളും സമ്മേളിക്കുകയും അതിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു ഉപകാരവും ഉണ്ടായിരിക്കും. അത് ആരാധിക്കപ്പെടുന്ന വസ്തുവിന്റെ അല്ലെങ്കിൽ നമ്മൾ ആരാധന സമർപ്പിക്കുന്ന ഒരു ശക്തിയുടെ ഒരു ക്വാളിറ്റി അതായിരിക്കും. നിങ്ങളെ ആരാധിക്കുന്ന, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, നിങ്ങളെ ആരാധിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് കേൾവി കാഴ്ചയും വേണ്ടേ? അതില്ലല്ലോ. അപ്പോ ആരാധിക്കപ്പെടുന്ന ശക്തിക്ക് എല്ലാത്തിനുമുള്ള ഒരു ക്വാളിറ്റി, നമ്മളെക്കാൾ മികച്ച ക്വാളിറ്റി ഉള്ള ഒരാളെ മുമ്പിലെ ആരാധിക്കാൻ പറ്റും. അത് ബുദ്ധിപരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന ദൗത്യം നിർവഹിക്കുക. ഭൗതികമായും കാര്യങ്ങൾ വിശദീകരിച്ച് ബുദ്ധിപരമായും കാര്യങ്ങൾ സമർപ്പിക്കുമ്പോഴുള്ളൂ ഒരു ആശയത്തെ ഒരാൾ ഉൾക്കൊള്ളുക. അപ്പോൾ ബുദ്ധിപരമായുള്ള ചോദ്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫസ്റ്റ് ചോദിക്കുന്നത്. കാണൂല, കേൾക്കൂല, ഇങ്ങനത്തെ ഒരു സാധനത്തിന്, ബിംബത്തിന് എന്തിന് നിങ്ങൾ ആരാധിക്കും? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത് കാണും കേൾക്കും എന്നത് തെളിയിക്കേണ്ടത് അവരുടെ ഒരു ബാധ്യതയായി മാറും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എന്നിട്ടോ യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. യാ അബതി, എന്റെ പൊന്നുവാപ്പ. സ്നേഹത്തോടുകൂടെ പിതാവിനെ വിളിക്കലാണ്. അതാണ് അതിന്റെ താവ് കൂടുതൽ. അബുൻ എന്ന വാപ്പ, അബദ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം നിറക്കപ്പെട്ട പിതാവേ. സ്നേഹത്തോടുകൂടി എന്ത് ചെയ്യാണ്? പിതാവിനെ വിളിക്കുകയാണ്. അതിനാണ് അവിടെ താവ് കൊടുത്തിട്ടുള്ളത്. യാ അബതി, യാ അബതി. അപ്പൊ പിതാവിനോട് മതപരമായ കാര്യം ഉപദേശിക്കുമ്പോൾ പോലും ഒരു പ്രവാചകത്വ ആത്മീയതയുടെ ഉന്നത സ്ഥാനം കൈവരിച്ചിട്ട് പോലും എല്ലാ നിലത്തിലും വിശ്വാസിയല്ലാത്ത തന്റെ പിതാവിന് ആത്മീയമായ സ്ഥാനമില്ലാഞ്ഞിട്ട് പോലും പിതാവിനോട് ആദരവിൽ സംസാരിക്കണം എന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാ നിലക്കും ആള് മോശം, പക്ഷേ പിതാവാണ്. അതിന് സ്ഥാനം ആള് പല നിലക്കും നടക്കാം. കാരണം എന്താ? ബിംബാരാധകനാണ്. മകൻ വലിയ മൂല്യനാണ്. മകൻ നുബുവത്ത് കിട്ടിയ ആളാണ്. പക്ഷെ എന്നിട്ടും സംസാരിക്കുമ്പോൾ പിതാവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മര്യാദക്ക് സംസാരിക്കണം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വാക്കിലൂടെ തന്റെ സമുദായത്തെ പഠിപ്പിക്കുകയാണ്. യാ അബത് എന്ന് പറയുമ്പോൾ, അബുൻ എന്ന് പറഞ്ഞാൽ പിതാവ്, അബത്ത് എന്ന് പറയുമ്പോൾ താഴ്ത്തി പറയുമ്പോൾ അറബി ഭാഷയുടെ അർത്ഥം അനുസരിച്ച് ആ പിതാവിനുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട് എന്നാണ്. എല്ലാ ബഹുമതിയും കൊടുത്തുകൊണ്ട്. പക്ഷെ ദീനല്ലേ പറയാതിരിക്കാൻ പറ്റില്ല. ദീന് പറയും വാപ്പി തടസ്സല്ല. അങ്ങനെ ഉണ്ട്. ഒരു ദീനിയായ കാര്യത്തിൽ പിതാവ് എതിര് നിന്നാൽ ആ പിതാവിനെ അനുസരിക്കണ്ട.
പക്ഷെ ആ അനുസരിക്കണ്ട എന്ന് പറയുന്നിടത്തും മര്യാദ ചെയ്യണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക. നിങ്ങൾക്കില്ലാത്ത പല അറിവുകളും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ട്. അറിവിൽ നിന്ന് വന്നിരിക്കുന്നു മാ ലം യഅതിക, നിങ്ങൾക്ക് വന്നിട്ടില്ലാത്ത അറിവുകൾ, നിങ്ങൾക്ക് എത്തിയിട്ടില്ലാത്ത ഒരുപാട് അറിവിന്റെ രഹസ്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വന്നിട്ടുണ്ട് പിതാവേ. അതുകൊണ്ട് ഫത്തബിഅനി, നിങ്ങൾ എന്നെ തുടരണേ. നിങ്ങൾ എന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളെ റോൾ മോഡൽ ഞാനാണ്. എന്നാൽ അഹ്ദിക സിറാത്തൻ സവിയ്യ, നിങ്ങളെ ഞാൻ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകും. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റുന്ന ആത്മീയമായ വഴിയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അതിന് എന്ത് വേണം? ഫത്തബിഅനി, എന്നെ ഫോളോ ചെയ്യണം. അതാണ് നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു ജീവിതത്തിൽ എന്നതാണ് വളരെ പ്രധാനം. ഒരു മനുഷ്യന്റെ ഹിദായത്ത് തീരുമാനിക്കപ്പെടുന്നത് അവൻ ആരെ ഫോളോ ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇത് ഖുർആനിൽ എല്ലായിടത്തുള്ള സംഭവം. നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്, ആരെയാണ് നമ്മൾ ലീഡറാക്കുന്നത്, ആ ഒരു ലീഡർഷിപ്പ് എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അവർ അമ്പിയാക്കളാണ്, അവർ അമ്പിയാക്കൾക്ക് ശേഷമുള്ള സ്വാലിഹീങ്ങളാകണം. എന്നാ പിന്നെ കുറെ കുറവുകളൊക്കെ അതിൽ കൂടെ പരിഹരിച്ചു. നമുക്കൊരു ലീഡർ വേണം. ആ ലീഡർ ആരാവണം എന്നതിലാണ്, അതിന്റെ ഉത്തരം കാണുന്നതിലാണ് ഹിദായത്തിന്റെ കാര്യം കിടക്കുന്നത്. ഫത്തബിഅനി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ലീഡറാക്കണേ. അഹ്ദിക സിറാത്തൻ സവിയ്യ, എന്നാൽ ഞാൻ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകും. യാ അബതി, അഹ്ദിക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹിദായത്തിലാക്കുന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞ വഴിയുടെ പിന്നെ വാക്കിന്റെ നേരെ അർത്ഥം എന്താന്ന് വെച്ചാൽ ചേർക്കൽ എന്നാണ്. ചേർക്കൽ. അപ്പൊ സിറാത്തൻ സവിയ്യ, നല്ല വഴിയിലേക്ക് നിങ്ങളെ ഞാൻ ചേർക്കും. അതിന് നമ്മൾ സന്മാർഗം എന്ന് പറയും. സന്മാർഗം എന്ന് പറഞ്ഞാൽ നല്ല വഴി. നല്ല വഴിയിലേക്ക് ചേർക്കുന്നതിന് ഹിദായത്ത് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. ഭാഷയിൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കൽ. യാ അബതി, പിന്നെയും അതാ പിതാവിനോട് പറയുന്നു, പൊന്നു പിതാവേ, എല്ലാ ബഹുമാനാദരവുകളും വാക്കിൽ പോലും നൽകിക്കൊണ്ട് പറയുന്നു, ലാ തഅബുദിശ് ശൈത്വാൻ, മനുഷ്യന്റെ മനസ്സിൽ കിടുകുടിലം കൊള്ളുന്നതായ, തുടിച്ചു നിൽക്കുന്നതായ പൈശാചിക പ്രവണതയുണ്ടല്ലോ, അതിന് നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. പിശാചിനെ നേരിട്ട് ഇവിടെ ആരാധിച്ചിട്ടില്ല, ഇവിടെ ബിംബങ്ങളെ ആരാധിച്ചത്. പിന്നെ പിശാചിനെ ആരാധിക്കരുത് എന്തേ പറഞ്ഞു? ബിംബാരാധനക്ക് പ്രേരണ പിശാചിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് തടസ്സം പിശാചാണ്. ആ പിശാചിന് നിങ്ങൾ വൈകാരികമായി അടിമപ്പെട്ടു പോകരുത്. നിങ്ങളുടെ മനസ്സാന്തരത്തിലെ പ്രേരണകൾ അത് പൈശാചികതയ്ക്ക് വഴിപ്പെട്ടു പോകരുത്. ഇവിടെ ഓരോ മനുഷ്യന്റെയും മനസ്സിനെ പരിശുദ്ധമായ ഖുർആൻ തൊടുന്നുണ്ട്. നമ്മിലെല്ലാം രണ്ട് വിധത്തിലുള്ള ശക്തികൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് മലക്കിന്റേതാണ്, ഒന്ന് പിശാചിന്റേതാണ്. അല്ലേ? നന്മ ചെയ്യാൻ നമുക്ക് എപ്പോൾ സാധ്യമാകുന്നുവോ അപ്പോൾ നമ്മൾ ഒരു മലക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. എപ്പോഴാണ് നമ്മൾ ഒരു തിന്മയിൽ പെട്ടുപോകുന്നത്? നമ്മുടെ കൈകാലുകളെ കൊണ്ടോ നമ്മുടെ ചിന്തകളെ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു ചലനങ്ങളെ കൊണ്ട് നമ്മൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ശരീഅത്തിന്റെ നിയമത്തിന് യോജിക്കാത്ത ഒരു കാര്യം ചെയ്തു പോയോ, അത് പിശാചിന്റെ കൂട്ടിൽ നമ്മൾ പെട്ടുപോയതാണ്. നഊദുബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ രണ്ട് ശക്തികൾക്കിടയിൽ കിടന്ന് നമ്മൾ ഞെരിഞ്ഞമരുകയാണ്. ലാ തഅബുദിശ് ശൈത്താൻ,
നിന്റെ പ്രവർത്തനങ്ങളുടെ അശുദ്ധിക്ക് കാരണം പിശാചാണ്. നീ പൈശാചികതയ്ക്ക് നിന്റെ മനസ്സ് കീഴ്പ്പെട്ടു പോകുകയാണ്. നിന്റെ ശരീരത്തിന്റെ, നിന്റെ കൈയിന്റെ മസിലിന്റെ വലിപ്പമല്ല, നിന്റെ കാലിന്റെ മസിലിന്റെ വലിപ്പമല്ല, നിന്റെ ശരീരത്തിന്റെ ഭാഗ്യമായ ഭൗതികമായ ആരോഗ്യമല്ല. നിനക്ക് വേണ്ട ഏറ്റവും വലിയ ആരോഗ്യം മനുഷ്യ, അത് പൈശാചിക പ്രവണതക്കെതിരെ മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സിന്റെ ശക്തിയാണ്. യാ അബതി, എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ മാനസികമായി ശക്തി കുറഞ്ഞു പോയ ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന ബിംബങ്ങൾക്ക് ആരാധിക്കുന്നത്. ലാ തഅബുദു ശൈത്വാൻ, ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. തീർച്ചയായിട്ടും പിശാചുണ്ടല്ലോ, അത് അല്ലാഹുവിനെ പൂർണ്ണമായും എതിര് ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിനെ പൂർണ്ണമായും എതിര് ചെയ്യുന്ന ആളാണ്. അപ്പൊ പിന്നെ ആ ശൈത്താനെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും എതിരാവും. യാ അബതി ഇന്നി അഖാഫു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വിളിച്ചു പറയുന്നു, എല്ലാ ബഹുമാനാദരവും കൊടുത്തുകൊണ്ട്, ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുമെന്ന് ഞാൻ ഭയക്കുന്നു. ഫതകൂന ലിശൈത്വാനി വലിയ്യാ. അങ്ങനെ പിശാചിന്റെ കൂട്ടുകാരൻ നിങ്ങൾ ആകുന്നതിനെയും ഞാൻ ഭയക്കുന്നു. വയലങ്ങനെ പോവുകയാണ് ഇബ്രാഹിം നബി. അപ്പോഴാണ് പിതാവ് ഒന്ന് പ്രതികരിക്കുന്നത്. 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ പിതാവ് നോക്കി നിന്നില്ല. ആസർ പറഞ്ഞു, പാപ്പ മകനോട് പറയുന്ന സമയത്ത് പൊന്നുമോനെ എന്നൊന്നും പറഞ്ഞില്ല. അവിടെ പേരെടുത്ത് വിളിച്ചു, ഇബ്രാഹിമേ, എടാ നീ എന്റെ ഇലാഹുകളെ വെറുക്കുകയാണോ? ഇലാഹുകളെ വെറുക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോ ബിംബങ്ങളെ ഇലാഹായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇലാഹ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ശക്തിയും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ശക്തി, നമുക്കെല്ലാം നൽകുന്ന ശക്തി, പരമമായ ശക്തി എന്നതാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു സ്റ്റേജ് ഇല്ല. ആ ഇലാഹുകളെ നീ വെറുക്കരുത്. ഞാൻ ആരാധിക്കുന്ന ആ ഇലാഹുകളിലേക്ക് നീ വരണം. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ബിംബങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസം ഇലാഹായിരുന്നു എന്നും, പിന്നെ ഇലാഹുകൾ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞതുകൊണ്ട് ഒന്നിലധികം ഉണ്ട് എന്നും അത് കിട്ടുന്നുണ്ട്. ഇത് നീ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് എന്റെ അടുത്ത് നിന്ന് നീ കുറച്ച് വിട്ടുപോയിക്കോളൂ, ഞാൻ എറിഞ്ഞു കൊല്ലും. അപ്പൊ ആ ഒരു പക്ഷപാതിത്വത്തിന്റെ പവറാണ് അറിയുന്നത്. ആ ബിംബാരാധനയിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ശക്തിയാണ് അറിയുന്നത്. മകനെ എറിഞ്ഞു കൊല്ലും. ഇബ്രാഹിം നബി പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അല്ലാഹുവോട് പറയാം, നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് ആവശ്യപ്പെടും. നിങ്ങളോട് ആയതുകൊണ്ട് കാര്യമില്ല. കാരണം എറിഞ്ഞു കൊല്ലുന്ന പറഞ്ഞ പിന്നെ ഞാനോട് വേറെ വർത്താനല്ലോ. അപ്പൊ നിങ്ങളോട് ഉപദേശിക്കാൻ ഞാനില്ല. നിന്റെ പിതാവില്ല, നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണം, നിങ്ങളൊന്ന് നന്നായി കാണുന്നുള്ളത് ഞാൻ റബ്ബിനോട് പറയും. അല്ല അതേമാതിരി തിരിച്ച് കുരുത്തം കെട്ട വാക്കുകളൊന്നും പറഞ്ഞില്ല. പിന്നെ റബ്ബിലേക്ക് അഭയം പ്രാപിക്കാൻ ഇബ്രാഹിം നബി, ഇന്നഹു കാന ബി ഹഫിയ്യ, എന്റെ റബ്ബിന് എന്നോട് വലിയ കനിവുണ്ട്. നിങ്ങൾക്ക് വലിയ കനിവില്ല, നിങ്ങളെ വർത്താനം മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ കനിവൊക്കെ മനസ്സിൽ ഒരു മകൻ എന്ന നിലക്കുള്ള കനിവൊക്കെ മനസ്സിൽ എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ആ സൈഡിൽ നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾ പൂർണ്ണമായ ആദരവോടും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളൊരു പിതാവ് എന്ന അർത്ഥത്തിലുള്ള കാരുണ്യത്തിന്റെ നോട്ടം എന്നിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞിട്ടില്ല. പക്ഷെ അതോടുകൂടെ എനിക്ക് അല്ലാഹു നൽകിയ ദൈവിക സന്ദേശത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറി എന്ന് മാത്രം. പക്ഷേ തിരിച്ചു കുഫറിന്റെ ഭാഷയിൽ നിന്ന് തിരിച്ചു വന്നത് ദയയില്ലാത്ത, കാരുണ്യമില്ലാത്ത, സ്നേഹമില്ലാത്ത, കാഠിന്യത്തിന്റെയും ക്രോധത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പകതീർക്കലിന്റെയും വർത്തമാനങ്ങളാണ്. ഉള്ളതല്ലേ വളർന്നു.
ഉള്ളതല്ലേ വിളമ്പുള്ളൂ. അതങ്ങനെയാണ് വന്നത്. അപ്പോ അങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഒഴിവാക്കി പോകുന്നു. എന്നിട്ട് എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യും. എന്റെ റബ്ബിനോടുള്ള ദുആ കൊണ്ട് ഞാൻ പരാജിതനാകൂല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്. അങ്ങനെ തന്റെ കുടുംബത്തെയും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന വസ്തുക്കളെയൊക്കെ ഇട്ടേച്ചുകൊണ്ട് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാട് വിട്ടുപോയി. അപ്പോൾ ഇബ്രാഹിം നബി ഇസ്ഹാഖിനെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിനെയും ഞാൻ കൊടുത്തു. അവരെ നബിയാക്കി. മക്കളും ഒക്കെ എന്താണ് സംഭവം? ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുടുംബസമേതം നാട് വിട്ടുപോവുകയാണ്. 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇറാഖിലാണ് ജനനവും നാടും കുടുംബവും ഒക്കെ. പിന്നെ അങ്ങ് ഇന്നത്തെ ഫലസ്തീൻ അടക്കം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് അന്നത്തെ ഷാം എന്ന് പറയുമ്പോ ആ ഷാമിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രാജ്യത്തിന്റെ തന്റെ ജന്മദേശത്തിന്റെ സ്വഭാവങ്ങൾ കീഴ്പ്പെടാതെ വന്നപ്പോ തന്റെ ദൈവികമായ വിജ്ഞാനത്തിന്റെ പ്രബോധനാവശ്യാർത്ഥം നാട് വിട്ടുപോവുകയാണ്. അങ്ങനെ ഷാമിലെ കനാൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെയാണ് താമസിച്ചത്. പോയിട്ട് അവിടെ നിന്നാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ഇസ്മായിൽ ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ 2 സന്താനം. അതിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ സന്താനമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താനത്തിലാണ് യൂസുഫ് നബിനെ പോലത്തെ അങ്ങനെ ആ പ്രവാചക പരമ്പര അങ്ങനെ കടന്നു വരുന്നത്. അപ്പൊ പ്രധാനമായി ഇസ്ഹാഖ് നബിന്റെ മകൻ യാക്കൂബ് നബിന്റെ മക്കളിലൂടെയാണ് ഇസ്രായേലിയർ എന്ന് പറയുന്ന വിഭാഗം കടന്നു വരുന്നത്. നമ്മള് പറയണ്ടല്ലോ ഇസ്രായേലിയർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്രായേലി വിഭാഗവും ഇസ്മായിലി വിഭാഗവും എന്ന് പറഞ്ഞ 2 വിഭാഗം. ഈ ഇസ്മായിലി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു പരമ്പരക്കാണ് ഇസ്മായിലി എന്ന് പറയുന്നത്. അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കളിലൂടെ അങ്ങനെ വന്ന പരമ്പരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരമ്പരയിലൂടെ വന്നത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ഇസ്രായേൽ എന്ന പേരുള്ളത്. ആ യാക്കൂബ് നബിന്റെ സന്താന പരമ്പരയിലൂടെയാണ് പിന്നുള്ള നമ്മുടെ നബി അല്ലാത്ത ഈസാ നബി, മൂസാ നബിനെ പോലത്തെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് എന്നാണ്. അവിടെ വെച്ചുകൊണ്ട് മകനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് തന്നെ ഇസ്ഹാഖ് നബിന്റെ മകനെ യാക്കൂബ് നബിയും പ്രവാചകനായിട്ടുണ്ട്. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്തായിട്ടില്ല. മകനും മകന്റെ മകനും പ്രവാചകന്മാരായി ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുന്നത് കണ്ടിട്ടാണ് വല്യപ്പൻ ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതൃ സഹോദരപുത്രനാണ് ആര്? ലൂത്ത് നബി അലൈഹി സ്വലാം. ലൂത്ത് നബിയും ഇബ്രാഹിം നബിയും ഒരേ കാലഘട്ടത്തിൽ ഒപ്പം ജീവിച്ച നബിമാരാണ്. 2 പ്രദേശത്താണ് അവർ ദൗത്യം നിർവഹിച്ചത്. ഒരേ സമയത്ത് ഒന്നിലധികം നബിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ കുടുംബത്തിന് എന്റെ കാരുണ്യം ഞാൻ അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുന്നു. ഖുർആൻ പറയാം ഇബ്രാഹിം നബിന്റെ പരമ്പരക്ക് ഞാൻ എന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നു. അവർക്ക് ഞാൻ ഉന്നതമായ സ്തുതി കീർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലേ അല്ലേ എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും ഇബ്രാഹിം നബിയെ ഓർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഇബ്രാഹിം നബിയെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിസ്കാരത്തിൽ പോലും ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുന്നു.
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. പിന്നെ ഈ സമുദായം ഇബ്രാഹിം നബി നോക്കുന്നില്ലേ? അതെന്താണ് പറഞ്ഞത്? ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലൂടെ പ്രവാചകന്മാരുണ്ടായി. അതിപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ ഉണ്ടാകാൻ പറ്റുമോ? കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൻ നബിയീൻ, അവസാനത്തെ പ്രവാചകനാണെന്നല്ലേ. പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിലൂടെ അല്ലാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ കൊണ്ടുപോകുന്ന ഒരുപാട് ഔലിയാക്കൾ ഉണ്ടാവണമെന്നാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിലൂടെ അതാത് കാലഘട്ടത്തിൽ മഹ്ദി ഇമാം അടക്കമുള്ള മഹാരഥന്മാരായ ആൾക്കാർ കടന്നു വന്ന് ഈ ദീനിനെ സംരക്ഷിക്കും. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് പ്രത്യേകത വേണം. അതാണ് ഞാൻ ഇവിടെ ഇട്ടേച്ചു പോകുന്നത് ഖുർആനും പിന്നെ അഹ്ലു ബൈത്തും എന്റെ കുടുംബവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തങ്ങന്മാര് എന്നുള്ളവരെ പറ്റി മലയാളത്തിൽ പറയും തന്നുകൾ അല്ലേ? അത് താങ്കൾ എന്നുള്ളത് തങ്ങളായതാണ് പറയുന്നത് മലയാളത്തിലെ. ആ വാക്ക് എങ്ങനെ വന്നത്? ബഹുമാനത്തിന് താങ്കൾ എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ഏതാണ്? തങ്ങളായതാണ് പറയുന്നുണ്ട്. എന്തോ അതൊരു റെസ്പെക്റ്റഡ് വേർഡ് ആണെന്ന്, ബഹുമാനത്തിനായിട്ട് വിളിക്കുന്നതാണ്. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൊടുത്തു, അന്ന് മുതലേ കൊടുത്തു ലിസാന സിദ്ഖിൻ അലിയ. മാത്രമല്ല പരിശുദ്ധമായ ദീനിന്റെ അടിത്തറയിൽ എപ്പോഴും നമ്മൾ നോക്കിയാൽ കാണുന്ന സംഭവമാണ് എന്ത്? മഹാന്മാരുടെ മദ്ഹുകൾ പറയുക. ഖുർആൻ മുഴുവൻ നോക്കിയാൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രമാണ് പറയുന്നത്. അല്ലാതെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഖുർആൻ 6000 ആയത്തുകളിൽ കൂടുതൽ സംസാരിക്കുന്നത് ചരിത്രമാണ് സംസാരിക്കുന്നത്. ഖുർആൻ മറിച്ച് നോക്കിയാൽ അങ്ങനെ പ്രത്യേകത. കാരണം എന്താ? ചരിത്രബോധമുള്ളവനെ എന്താ പറ്റുള്ളൂ? ഒരു തലമുറയോട് എങ്ങനെ സംവദിക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്ങനെ ജീവിക്കണം എന്ന് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ ചരിത്രബോധം അപ്പോഴേ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണല്ലോ യുവത്വത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്താ കാരണം? ഒരു യുവാവിനെ സംബന്ധിച്ച് അനുഭവങ്ങൾ കുറവാണ്. അതേ സമയത്ത് ഒരു തീരുമാനം പറയാൻ പ്രായമുള്ള കാരണന്മാർക്ക് കഴിയുള്ളൂ. എന്താ കാരണം? അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവങ്ങൾ. അതുകൊണ്ടാണല്ലോ നമ്മളൊരു കല്യാണക്കാരും വരുമ്പോഴും നമ്മളൊരു മീറ്റിംഗ് കൂടുകയാണെങ്കിലും അതിൽ പ്രായമുള്ള ആൾക്കാരുടെ അഭിപ്രായം നമ്മൾ മാനിക്കണം. അവര് പറയുന്നത് കാര്യങ്ങളുണ്ടാവും. അത് ചെയ്യാനേ ചെറുപ്പക്കാരാവും, ഓടാനും ചാടാനും. പക്ഷെ തീരുമാനം, ഡിസിഷൻ മേക്കിംഗ് എന്നത് ചരിത്രബോധമുള്ളവർക്ക് പറയാൻ അനുഭവങ്ങൾ. അപ്പൊ നിങ്ങൾ ഖുർആനിൽ നിന്ന് മനുഷ്യ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പഠിക്കൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അനുഭവങ്ങളിലൂടെ പാഠം ചരിത്രബോധമുള്ളവരാവും എന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയും. ചരിത്രം വഴി കാണിക്കുന്ന അത്ര വഴി കാണിക്കാനുള്ള ശക്തി ലോകത്ത് പിന്നെ വേറൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇനി അടുത്ത ഭാഗം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ഇതില് ഇത്ര മാത്രമേ പറയാൻ സൂറത്തിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه
أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമ റഹീമീനായ അല്ലാഹുവേ ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകൾ അത് പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ എല്ലാ ഫളീഹത്തിൽ നിന്നും ദില്ലത്തിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനേ ഞങ്ങളുടെ സന്താന പരമ്പര നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനേ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരികളെയും അവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ ശാരീരികമായ മാനസികമായ എല്ലാ വേദനകളും പ്രയാസങ്ങളും നീ അകറ്റണം റഹ്മാനേ ഇബാദത്തിന് തടസ്സമാവുന്ന പരീക്ഷണങ്ങളിൽ ഞങ്ങളെ നീ അകപ്പെടുത്തല്ല റഹ്മാനേ ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനേ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ ചേർക്കണം റഹ്മാനേ വിശിഷ്യായി മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊണ്ട് കടക്കുന്നവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്ത് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം റഹ്മാനേ ഞങ്ങളെ തഅല്ലും തഅലീം തദ്രീസ് ദർസിൽ നീ ഖൈറും ബറക്കത്തും ചൊരിയണം റഹ്മാനേ അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനേ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم اللهم صل على محمد يا رب